ഹായ് ഗൈസ്, മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്ന് ഗണേശ ചതുർത്ഥിക്ക് വേണ്ടി നമ്മൾ കേട്ടെടുക്കാം. സോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ടോണർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണറിന് ശേഷം സ്നെയിൽ മ്യൂസിങ് ആയിരിക്കും. കുറച്ച് എക്സ്ട്രാ എന്താ പറയുക, ചേർന്ന് മുന്നേ നമുക്കൊന്ന് ട്രിം ചെയ്യാം. ഫേസ് ട്രിം ചെയ്യാൻ വന്നിട്ട് ബ്രൗണിൻ്റെ സംഭവം എപ്പിലേറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷോ കഥ പറയാന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഞാൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോ കഥ എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ഒരു വെളിയിലെ ബാൽക്കണിയിൽ നിന്ന് അശയില്, അതായത് അശ, അയ എന്നൊക്കെ ഒരുപാട് വേർഡ്സ് പറയും. അശ അതായത് തുണി ഉണങ്ങാനിടുന്ന സ്ഥലം. അവിടെ പുറത്തുണ്ട്. പുറത്തിങ്ങനെ അയല് തുണി, ഇങ്ങനെ തുണിയല്ല, ഈ തോർത്ത് വിരിക്കാനിട്ട് ഇതില് മോള് നോക്കിയപ്പോ ഒരു തല. എന്താ, പൂച്ചയാണ് സംഭവം. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയേ. അന്ന് ഞാൻ എടുത്ത വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാം. എൻ്റെ അമ്മമ്മയുടെ വീശറി ഞാൻ പെയിന്റ് അടിച്ച് വെച്ചേക്കുക. പിന്നെ അമ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ന്യൂസിലാൻഡിൽ കൊണ്ടുവന്നൊരു സാധനമാണ്. ഇതിങ്ങനെ ഉണങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ പൂച്ച എത്തി നോക്കുമായിരുന്നു. അങ്ങനെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രി ഞാൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുക, സോഫയിലിരുന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ വെളിയിലോട്ട് പോകുന്ന ആ ഡോറിൻ്റെ അടുത്തായിട്ട് എന്താണ് ഒരു എന്താ പറയുക, ഒരു തലേന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് രാത്രി 11:30 ഈ പൂച്ച വന്ന് നിൽക്കുക താഴെ. ശിശുര ഇതെങ്കിലും മോളിയും താഴെ വീണോ അങ്ങനെയൊക്കെ വിചാരിച്ച്. പിന്നെ രാത്രി തണുപ്പാണ് ഇവിടെ. ഇപ്പം വിന്റർ സമയമാണ്, വിന്റർ തീരാറായി. അപ്പം വന്ന സമയത്ത് വിന്റർ സമയമാണ്. അപ്പോൾ ഞാൻ ശരി, ഓക്കെ, വിന്റർ അല്ലേ, തണുപ്പല്ലേ, രാത്രി ഇനിയിപ്പോൾ വിടാനുണ്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്ത് വിടാതെ അകത്ത് വിട്ടു. എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങി. അതുകൊണ്ട് അന്ന് രാത്രി ഫുള്ള് ഞാൻ ക്യാറ്റ് സിറ്റിംഗ് ആയിരുന്നു. ഇത് കടന്ന് മുയാന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ക്യാറ്റ് സിറ്റിംഗ് 1 മണിക്കൂർ ഉറങ്ങും. അപ്പോഴത്തേക്ക് ഇത് മിയാന്ന് വിളിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നേ. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്ത്, രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് ഞാൻ പൂച്ചനെ മുകളിൽ കൊണ്ടുവിട്ട്. എൻ്റെ തൊട്ട് മുകളിലത്തെ വീടിൻ്റെ അവിടത്തെ ബാൽക്കണിയിൽ നിന്നാണ് എത്തി നോക്കണേ. അപ്പം ഞാനത് അവിടുത്തെ പൂച്ചയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് മുകളിൽ കൊണ്ടുവിട്ട്. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും ഈ പൂച്ച വരുന്നത്. പിന്നെ തലേ ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഫുഡ് കൊടുക്കാൻ നോക്കിയായിരുന്നു. അതൊന്നുമേ കഴിച്ചില്ല, പാല് കുടിച്ചില്ല, ഒന്നുമേ കഴിച്ചില്ല. ഓക്കെ, വയറ് ഫുള്ളായിരിക്കുന്നതുകൊണ്ടായിരിക്കും കഴിക്കാത്തെന്ന് പറഞ്ഞ് അത് വിട്ട്. എന്നിട്ട് അന്ന് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഈ ബാൽക്കണിയുടെ പുറത്ത് വന്നിരിക്കുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് പുല്ല് തിന്നുന്നു. അപ്പോൾ ചെയ്യാൻ ഈ വിശന്നിട്ടാണോ, ഇനി വെജിറ്റേറിയൻ പൂച്ചയാണോ, അങ്ങനെ സോ മെനി ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, ക്യാറ്റ് ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ക്യാറ്റ് ഫുഡും വെള്ളം ഇടാനും ഒക്കെ ബൗൾ അതിന് വേണ്ടി സെപ്പറേറ്റ് മേടിച്ചിട്ട് വന്ന്. ഞാനിപ്പം സെറാവയുടെ മോയ്സ്ചറൈസറും പിന്നെ ഡെർമ എന്ന് പറഞ്ഞ എൻ്റെ SPF 50 PA+++ ആൻഡ് 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം ആക്വ ജെൽ വൈറ്റ് കളറിലായിരിക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. അത് എൻ്റെ ശീലം. അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ടിടുവാണേ. അപ്പം ഞാനവിടെ നിർത്തിയത് ഈ പൂച്ചയ്ക്ക് ഫുഡും ഇതെല്ലാം മേടിച്ചിട്ട് തന്ന്
ഇത് കഴിക്കുകയും ചെയ്ത് അത്രയും സമയം എൻ്റെ വീട്ടിൽ നിൽക്കുകയും ചെയ്തു. അത് അതിൻ്റെ വിശേഷം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓക്കെ മോളില് പോയി തട്ടിയിട്ട് തുറന്ന് വിടാം, അവരെടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് മുകളിൽ പോയി തട്ടുന്നു. അവിടെ ആരും തുറക്കുന്നില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പൂച്ചേൻ്റെ വീട്ടിൽ തന്നെ വിട്ടിട്ട് വെയിറ്റ് ചെയ്ത്. ഞാൻ വെച്ചാൽ അവർ വർക്കിന് പോയതായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ തുറന്ന് വിട്ടിട്ട് വെയിറ്റ് ചെയ്തപ്പോഴുണ്ട് അവര് പറയുന്നത് അവരുടെ പൂച്ചയല്ല. എന്നിട്ട് അവർ എന്തോ ഭാഗ്യത്തിന് അവർക്ക് അറിയാതെ അവർ പറഞ്ഞ് നമ്പർ 16 പൂച്ചയാണെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ നമ്പർ 16 പോയി തട്ടിയപ്പോൾ ആരും വന്നില്ല. അപ്പോൾ നമ്പർ 15 വന്ന്. അതൊരു കപ്പിളായിരുന്നേ. അവർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഈ വീട്ടിലുള്ളവരെല്ലാം പോയി. അയ്യോ പോയോ, പൂച്ചന് എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, അതെ ഇവരുടെ പൂച്ചയാ, അവർ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫർണിച്ചറും എല്ലാം മൂവ് ചെയ്യുന്ന സമയത്ത് പൂച്ച ഓടിപ്പോയതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞ ലഡുവാണ് പൊട്ടിയത്. ഓക്കെ, നമുക്ക് പൂച്ചേനെ വീട്ടിൽ വളർത്താലോ എന്നുള്ളൊരു രീതിയിൽ എനിക്കൊരു പൂച്ച കിട്ടിയെന്ന് ഫ്രീ ആയിട്ട്. അങ്ങനെ ഞാൻ ശരി ഓക്കെ അവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും ഇല്ല, അവരില്ല, അവർക്കും ഒരു പരിചയമില്ല. ഇവിടെ ന്യൂസിലാൻഡിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ നെയ്ബേഴ്സിനെ ഒന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടാവില്ല. അൺലെസ് അതൊരു ഇന്ത്യൻ കപ്പിൾ അല്ലെങ്കിൽ ഇന്ത്യൻസിനോട് അധികം കോണ്ടാക്ട് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സോഫാർ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓക്കെ അവർ വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പൂച്ചയും കൊണ്ട് വീട്ടിലോട്ട് വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നീയായിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് നീയായിട്ട് എന്നെ വളർത്തിക്കാന്നുള്ള രീതിയിൽ പുള്ളിക്കാരനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലിരിക്കെ ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു. അന്ന് വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അപ്പോൾ അവർ പറഞ്ഞു ഒരു കമ്മിറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. ഞാൻ വെച്ചോക്കെ 1 വീക്ക് നോക്കാം എന്നുള്ള ഇതിൽ. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ ബാക്ക്, അതായത് ഫ്രണ്ട്സിൻ്റെ ബാക്കിലൂടെ ഒരാൾ മദാലിന ഒരു പെണ്ണ മദാലിന എന്ന് വിളിച്ചിട്ട് പോകുന്നു. ആരെയും മദാലിന എന്ന് വിളിച്ചിട്ട് പോകണമെന്ന്, ആരെയും മദാലിന എന്ന് പറഞ്ഞിട്ട് അപ്പോഴും പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അയ്യോ ഈ പൂച്ച തപ്പി വന്നതായിരിക്കോ, അയ്യോ ഞാൻ പൂച്ചന് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം, അവരുടെ അടുത്ത് പോയി ചോദിക്കണം. പൂച്ച നമ്മളതല്ല. എനിക്കും നാട്ടിൽ 2 പെറ്റുണ്ട്, അവരെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഈ പൂച്ചനെയും ഈ പൂച്ചയുടെ ഓണർ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ അങ്ങനെ കുറേ തിങ്കിങ് ഒക്കെ പോയിട്ട് ശരി ഓക്കെ എന്തായാലും ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് പുറത്ത് പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെ പൂച്ചയുടെ ഓണറല്ല, പൂച്ചയുടെ ഓണറിൻ്റെ ഫ്രണ്ടാണ്. പൂച്ചയുടെ ഓണർ സ്ഥലം മാറിപ്പോയി, അവരെ അപ്പം തൊട്ട് തപ്പുന്നതാ, കുറച്ച് ദിവസമായിട്ട് തപ്പുന്നുണ്ട്, 4 ദിവസമായിട്ട് വരുക, ഈ ഫ്രണ്ട് തന്നെ 4 ദിവസമായിട്ട് വരുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഈ പൂച്ച രാവിലെ എവിടെ പോവാന്ന് എനിക്കറിയില്ല, വൈകുന്നേരം ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരും, അപ്പം ഞാൻ വീട്ടിൽ വിട്ടേക്കാം, എന്നിട്ട് ഫോൺ വിളിക്കാം, നമ്പർ തരാൻ പറഞ്ഞ് അവർ നമ്പറും തന്നു. അതിനുശേഷം അപ്പം തുടങ്ങിയതാണ് എൻ്റെ ശോകം. അപ്പം തൊട്ട് എനിക്ക് വിഷമമാണ് ഗൈസ്, വിഷമം. അങ്ങനെ ഞാൻ എനിക്ക് എന്തായി 1 മിനിറ്റ് കഥ അവിടെ നിൽക്കട്ടെ. ഞാൻ ഓക്കെ മിറാക്കിൾ പ്യൂർ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഹൈറലോണിക് പ്ലസ് വൈറ്റമിൻ സിയുടെ സംഭവമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണേ. ഇത് ബ്ലാക്ക് കളറിലെ കഥ ഓക്കെ. ഇതിവിടെ നാട്ടിലും കിട്ടും, വൈറ്റമിൻ സി പ്ലസ് ഹൈറലോണിക് ആസിഡ്. പിന്നെ ഇതിലും SPF 3GPA++. രാത്രിയാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യും. എനിക്ക് കുരുള്ള സ്ഥലത്ത് മാത്രമായിട്ട് ഞാൻ ഇത് വയ്ക്കും, അല്ലാതെ ഞാൻ ഫൗണ്ടേഷൻ എന്ന സാധനം അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി, സ്കിൻ ഇംപ്രൂവിങ് ഫൗണ്ടേഷൻ 24 hours ഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാനിത് പുറത്ത് പോകുമ്പോൾ മാത്രം ഇങ്ങനെ യൂസ് ചെയ്യും. അങ്ങനെ ശരി തിരിച്ചു കൊടുക്കണം എന്നുള്ള മൈൻഡൊക്കെ ആയി. ഞാൻ ക്യാറ്റ് ബെഡ് വരെ സെറ്റ് ചെയ്തതാ, ഇനിയിപ്പോൾ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. ഞാൻ അന്ന് കൊടുത്തില്ല, അന്നായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കൂലി റിലീസായത്. അതുകൊണ്ട് അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, ഞാൻ അന്ന് കൊടുത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഐബ്രോ ബ്രഷിങ്. എനിക്കിങ്ങനെ ബ്രഷിങ്ങാണ് ഭയങ്കര ഇഷ്ടം.
ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഒരു ബ്രൗൺ ഇത് യൂസ് ചെയ്തിട്ട് ഓക്കെ കഥ വീണ്ടും സ്റ്റോറി വീണ്ടും തുടങ്ങുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓക്കെ പൂച്ചനെ തിരിച്ചു കൊടുക്കണം, വഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ തുടങ്ങി. നമ്മളെ പൂച്ചയല്ല, അതവരെ പൂച്ചയാണ്. പൂച്ചയ്ക്ക് വിഷമം ഉണ്ടാവും, ഓണറിനും വിഷമം ഉണ്ടാവും. നമുക്ക് കുഴപ്പമില്ല, പിന്നെ മേടിക്കാം. അല്ലെങ്കിലും പെറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ ആലോചിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു ഗൈസ്. ഇവിടെ എന്നാലും പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസമായപ്പോൾ പൂച്ച വന്നു. അടുത്ത ദിവസം വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഇതേപോലെ പൂച്ച എത്തിയിട്ടുണ്ട്, ഞാൻ പിടിച്ച് വെച്ചേക്കുന്നുണ്ട്, നിങ്ങളെപ്പോഴാണ് വരുന്നത്? ഒരു 10 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞു. ആ കോള് വിളിച്ച് 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവരും വന്ന് പൂച്ച വരെ ഒരു കൂട്ടിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാം സോ ഫാസ്റ്റ്. അതിനുശേഷം എന്താ പറയുക, ഒരു പെട്ടെന്നായപ്പം അതിൻ്റെ കുറച്ച് സങ്കടമായി. അങ്ങനെ സങ്കടം തീർക്കാൻ ഞാൻ അന്ന് രാത്രി ഒരു ദുബായ് ഇൻസ്പയർഡ് കേക്കൊക്കെ മേടിച്ച് എന്നിട്ട് എൻ്റെ സങ്കടമൊന്നും പോയില്ല. പെട്ടെന്ന് ഒരു സൈലൻസ് അല്ലെങ്കിൽ പെട്ടെന്നൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തു. അതാണ് എൻ്റെ ശോകം. ഒരാഴ്ചയോളം എടുത്ത് എൻ്റെ ഒരു ശോകം തീരും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് ബ്ലഷാണ്, റെവല്യൂഷൻ്റെ ബ്ലഷാണ്. അതെല്ലാം തീരുമാനത് അങ്ങനെ അതാണ് ഗൈസ് എൻ്റെ ശോക. ഞാൻ ബാക്ക് ടു മേക്കപ്പ് കുറച്ച് ഫാസ്റ്റ് ചെയ്തെങ്കിൽ എല്ലാം ആവാതാളത്തിലാവും. സമയമായി പോവാൻ. Bang, tarik mo. കണ്ണിൻ്റെ ഈ എന്തും ഞാൻ വരയ്ക്കും, ഫുള്ളായിട്ട് വരച്ചില്ലെങ്കിലും. സോ ഇറ്റ് മേക്സ് ആൻ ഇല്യൂഷൻ ദാറ്റ് എൻ്റെ കണ്ണ് നീണ്ടതാണ്. ശരിയാണ്. ഇഷ്ടമുള്ളത് ആരാണത്? ഇത് ഇതുള്ളോട് മാച്ചിൽ തോന്നി അടിച്ചിരിക്കുന്നു. പൊട്ടിക്കുന്നത് എനിക്ക് പുതിയതല്ല. ഇവിടെ ചേരും സെഫോറയുടെ എൻ്റെ ഫേവറേറ്റ് സംഭവം. ഈ സംഭവം വെച്ചിട്ട് ഞാൻ
തോമ്പടി ഞാൻ ഫസ്റ്റ് ലെവൽ ഹെയർ ഡ്രൈയിങ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇറങ്ങി അങ്ങനെ കാറിൽ പോകുകയാണ്. പിന്നെന്താ നമ്മൾ സ്വീറ്റ്സൊക്കെ മേടിച്ചു. അവിടുത്തെ ഫങ്ഷൻ്റെ ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം. പിന്നെ അതോടെ പോകരുത്, പൂച്ചയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് പോകണം. ഓക്കെ, until next video, bye from the ALM Tales.